ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വ്ളോഗിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഫാമിലി വ്ളോഗ്. നമ്മുടെ ലക്ഷ്മിക്കുട്ടി അടുത്തുണ്ട്. ഇപ്പോൾ അതാണ്ട് നമ്മൾ അപ്പു വരുന്നുണ്ട്. അപ്പു എന്തി അപ്പു അപ്പു നോക്കട്ടെ. അപ്പോൾ ഇതാണ്ട് ലക്ഷ്മിക്കുട്ടി എന്തോ ഭയങ്കര പണിയിലാണ്. കണ്ട എന്തുവാ എന്തിനാണോ കൈ ഇങ്ങനെ നക്കുന്നത്? ലക്ഷ്മിക്കുട്ടി അപ്പോൾ നമുക്ക് അതുല്യ അവിടെ എന്തോ പാചകത്തിലൊക്കെയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്തോ പാചകം ചെയ്യുന്നത്. അതുല്യ എന്ത് പറ്റി? രാവിലെ ഗ്യാസ് പണി മുടക്കി, അതുകൊണ്ട് ഇന്ന് അടുപ്പിലാണ് പാചകം. അടുപ്പിലാണ് ചോറ് വെച്ചത്. ചക്കയാണല്ലേ? ചക്കപ്പുഴുക്ക്. ചക്കപ്പുഴുക്കെന്നല്ലേ പറയുന്നത്? ഇനി എന്താണ്? ചക്കപ്പുഴുക്കും മീൻകറി, മീൻ വറുത്തത്, ചാളയും നെത്തോലി, പിന്നെ ഏതാണ്ട് മുട്ടയുണ്ട്, മീൻ മുട്ട പ്രത്യേകം. ആണോ? പൊരിക്കാം. ഏതാ കറി വെക്കണ്ടേ? ചാളയോ നെത്തോലിയോ? ചാള കറി വെക്ക്. ചാള കറിയും നമ്മളെ ചക്കപ്പുഴുക്കും അതാണ് മെയിനായിട്ട് ഇന്ന് താരം. അവരാ കുടംപുളി ഇട്ട് വെക്കണോ തേങ്ങ അരച്ച് വെക്കണം? എങ്ങനെ? കുടംപുളി അതെ, പുളിമുളക് അരച്ച് വെക്കണം. എങ്ങനെ? പുളിമുളക് അരച്ച് വെക്ക്. ചാറ് കുറച്ച് കാണോ? അപ്പൊ എന്താ നിനക്ക് ഇഷ്ടം? എന്തുവാ? അവന്മാർക്ക് ചാറ് വേണം. അവർക്ക് ഏതാ ഇഷ്ടം? അവന്മാർക്ക് ഏതായാലും മീൻ്റെ കറി മതി. എങ്ങനെ വെച്ചാലും കഴിച്ചു. നിനക്കെന്താ ഇഷ്ടം? ഇക്കോ നമുക്ക് കുടംപുളി ഇട്ട് തേങ്ങ അരച്ച് വെക്കാം. എന്തോന്ന് ഏതെങ്കിലും ഒന്ന് പറ. അത് വൃത്തിയാക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചാള. നമുക്കിത് കുടംപുളി ഇട്ട് തേങ്ങ അരച്ച് വെക്കാം. പിന്നെ ഇത് നെത്തോലി വറുക്കാനാണ്. അപ്പോൾ ഇത് ചക്കയും മീനും പോരെ? ചക്കപ്പുഴുക്കും മീൻകറിയും പോരെ? അപ്പോൾ ഇത് ചാള എങ്ങനെ വെക്കുന്നത്? പറഞ്ഞു. കുടംപുളി ഇട്ട് തേങ്ങ മിക്സ് ചെയ്ത് അതാകുമ്പോൾ തോന്നി കുടംപുളി ഇട്ട് തേങ്ങ അരച്ച് വെച്ച് വെക്കാൻ പോവാ. പിന്നെ വറുക്കാനായിട്ട് ഇത് ചാളയുടെ പനിഞ്ഞിലുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ ചൂരയുടെ മുട്ടയുണ്ട്. ഇത് നമുക്ക് വറുക്കാം. ചക്ക വെന്താ? ചക്ക വെന്ത് നമുക്ക് അരപ്പിടാം. ഇനി എന്ത് കുക്കറി വെക്കുന്നുണ്ടെങ്കിൽ പറ്റിയ അതായിരുന്നു സുഖം. ഇതെന്തൊക്കെയാ? അതെ, ചക്കപ്പുഴുക്കിന് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒന്നുകിലും വെളുത്തുള്ളി പറഞ്ഞില്ല, വെളുത്തുള്ളി വേണോ? തേങ്ങ, ജീരകം, 2 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒന്നുകിൽ പച്ചമുളക് അല്ലെങ്കിൽ ഒരു ഇച്ചിരി മുളക് പൊടി. ഞാൻ മുളക് പൊടി ഇട്ട് തന്നെ. ഉപ്പിടുവോ? ഉപ്പ് ഇതിനകത്തോട്ട് ഞാൻ ഇട്ടില്ല ഇതുവരെ. ഇടണോ നേരത്തെ വിചാരിച്ചതാ, മറന്നു പോയി. മതി. ഇളക്കിയില്ലല്ലോ, മിക്സ് ചെയ്യാൻ പോകുന്നില്ലേ ഉള്ളൂ. കുറച്ച് ഉപ്പിടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതൊരു ഉപ്പിട്ടില്ല കേട്ടോ അതിനകത്ത്. പിന്നെ 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കേ. അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് വേവട്ടെ, എന്നിട്ട് ഇളക്കാൻ നോക്കും. അരപ്പ് വെന്തിട്ടുണ്ടോ ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ കൂടെ കാറ്റ്. കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ, കാരണം ഇവിടെ ഇവർക്ക് ഭയങ്കര കട്ടിയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ടമല്ല. എല്ലാവർക്കും നല്ല ലൂസായിട്ട് കിട്ടണം. അതിന് ഇത്രയും ലൂസും അല്ല, എന്നാ കട്ടിയല്ല, ഇച്ചിരി ഡ്രൈ ആയിട്ട് എടുക്കണം. ഡ്രൈ വരും. ഇച്ചിരി ഒരു മധുരം, ചെറുതായിട്ടൊരു മധുരം വേണം ചക്ക. പിന്നെ കുറച്ചും കൂടെ ഉണ്ടല്ലേ ആയി. എന്നാലും കുറച്ചുകൂടെ ഒന്ന് വറ്റട്ടെ. ഇനി ഇരുന്ന് കുറച്ചും കൂടി ഡ്രൈ അടച്ചു വെക്കാം. ഇനി നമുക്ക് ഒന്നിട്ട് ഒന്നുകൂടെ ഉടച്ചെടുക്കാം. ഉപ്പൊക്കെ നമ്മൾ ഉപ്പൊക്കെ പരുവത്തില ഉടച്ചെടുത്താൽ അതിന് മറ്റേ അത് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. ചക്കയായി, നമുക്ക് വാങ്ങാം. എന്തോ കൊച്ചിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന ഇഷ്ടം. എനിക്ക് അതാ ഇഷ്ടം. പക്ഷെ കുക്കറി വെക്കുമ്പോഴേ ഇച്ചിരി നമ്മൾ ഇത്രയും ആക്കൂല ഇതിനകത്ത്. ഇനി മീൻകറി വെക്കാൻ പോവുകയാണേ. ചട്ടി ചൂടായിട്ടുണ്ട്. ഇച്ചിരി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേ. കുറച്ച് മതി. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും. അതൊന്ന് പൊട്ടി വന്നാൽ മതി. പിന്നെ ഒന്ന് പൊട്ടട്ടെ. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പൊടികളെല്ലാം കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എനിക്കത് കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് അടുപ്പായതുകൊണ്ട് വേഗം കരിഞ്ഞു പോകും.
പൊടികളെന്ന് പറഞ്ഞാൽ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ പച്ചമുളക് മാത്രം വരെ പിടിച്ചൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പരുവം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് കുടംപുളി, ഞാൻ ഓൾറെഡി 2 കഷ്ണം കുടംപുളി വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. കഴുകിയിട്ടാണ് ഇട്ടത്. അത് ഇട്ട് കൊടുക്കാം. ഇതിന് തിളക്കട്ടെ. തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ തേങ്ങ ഇരുന്ന പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തതാണ്. ഇനി തിളക്കട്ടെ. കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഗ്രേവി തിളച്ച് കേട്ടോ. ഇനി നമുക്ക് ഉപ്പിട്ടിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കാം. അതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചാള, ഒരു തക്കാളി, ഒരു 3 പച്ചമുളക്. സാധാരണ കുടംപുളി ഇട്ടാൽ പിന്നെ തക്കാളി നിർബന്ധമില്ല, എന്നാലും അതും കൂടി കിടക്കട്ടെ. ഇനി നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അത് അടുപ്പായതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ, നോക്കാം. ഒരു 5-10 മിനിറ്റ്. മീൻകറി നമുക്ക് തുറക്കാം. നന്നായിട്ട് തിളച്ച് നല്ല മണം കേട്ടോ. ഞാൻ ടേസ്റ്റ് ഇച്ചിരി കറിവേപ്പില ഇട്ടോട്ടെ. ഇളക്കണോ? ഇളക്കൊന്നും വേണ്ട, ടേസ്റ്റ് നോക്കാം. ഓക്കെ. സൂപ്പർ. കൊള്ളാമോ? കൊള്ളാം. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞു. ഇത്രയും ചാറ് വേണം, എന്നാലും ചക്ക കഴിക്കാൻ പറ്റും. ഓ, സൈക്കിളോ? എന്തിനാ മക്കളെ, നാളെ തന്നെ വീട് നശിപ്പിക്കാനല്ലേ ഞാൻ പറയില്ല. അച്ഛാ ശരിയാക്കി കൊടുത്തു. മീൻകറി ആയിട്ടുണ്ട്. നമുക്കിനി മീൻ വറുത്ത് കൊടുക്കാം. ഇന്ന് തൽക്കാലം അതൊക്കെ മതി. ചക്കയും മീൻകറി, മീൻ വറുത്തും പോരെ. ഈ ചാറുണ്ട്, അത് മതിയല്ലോ. മതി, ചാറ് വേണം. ഇവിടെ എല്ലാവർക്കും ചാറ് വേണം. പിന്നെ പിള്ളേരൊക്കെ എനിക്ക് മുട്ട എനിക്ക് തരണേ. ഇത് നെത്തോലി, ഇത് മീൻ മുട്ടയും ചാളയുടെ മുട്ട മസ്റ്റ് എനിക്കാണ്. ഓ, തേരാ. വാങ്ങട്ടെ, മീൻകറി വാങ്ങട്ടെ. വെച്ചോ, ഗ്യാസ് ഇല്ലെങ്കിൽ നമ്മൾ ഒപ്പിച്ച് രാവിലെ എന്തോ ചെയ്യുമല്ലോ. രാവിലെ അപ്പുവിൻ്റെ സൈക്കിൾ നമ്മൾ റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങാനാണ് അപ്പു പോകുന്നത്. വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു വീടാണ്, ആ വീട്ടിലാണ് സൈക്കിൾ പണിയുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെ ഇടയിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുരളിയണ്ണൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കാരണം അധികം കാശൊന്നും വാങ്ങില്ല. വലിയ പണിയൊക്കെ ആണെങ്കിലും 10 രൂപയോ 20 രൂപയോ അങ്ങനെ വളരെ തുച്ഛമായിട്ട് പൈസ വാങ്ങുന്ന ഒരു മനുഷ്യനാണ്. ആ വീട് കണ്ടാലറിയാം, മൊത്തം സൈക്കിളുകളാണ്. പണ്ട് മുതലേ ഓരോരുത്തർ കൊടുത്തിട്ട് വാങ്ങാൻ വരാത്തവരെ ഇന്നും അവരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അവരെന്തെങ്കിലും വരുമ്പോൾ കൊടുക്കാനായിട്ട്. ഇപ്പം ബൈക്കിൻ്റെ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഓ, മറ്റേ മേടിച്ചായിരുന്നു പ്രൗഡൻ. പിന്നെ വരും, യൂട്യൂബ് ചാനലിലേക്ക് വരും കേട്ടോ. എൻജോയ് ലൈഫ് മീഡിയ ചെയ്തിട്ടേ. അങ്ങനെയുണ്ട് ഇത് ചക്കയും മീൻകറി. കൊള്ളാം. അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. സൂപ്പറായിട്ടുണ്ട്. ആവയ്ക്കോ? സൂപ്പറാ.
അടിപൊളി. വാ ഒരു ഉള്ള കഴിക്കാം. ഒന്ന് കഴിച്ചേ. ലക്ഷ്മിക്കുട്ടിക്കാണേ. എൻ്റെ ലക്ഷ്മി ഇത്തിരി ചോറും ചക്കയും കൊടുക്കട്ടെ. മോളെ വാ പാപ്പ നിന്ന് പാപ്പ. ലാഷുവിൻ്റെ ഫേവറേറ്റാണ് ചോറും കറി. ദോശ, ചമ്മന്തി, പുട്ട്, കറി എന്തെങ്കിലുമൊക്കെ കറി ഒഴിച്ച് കൊടുത്താൽ ലാഷുവിന് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ലക്ഷ്മി? പിന്നെ ചക്ക അവളുടെ കുടുംബമരമാണല്ലോ. ചക്ക, പ്ലാവല, ചക്ക ഭയങ്കര ഇഷ്ടമാണ്.